ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മിച്ചറാണ്. മിച്ചർ നമുക്ക് ഇപ്പം മഴ സമയമൊക്കെയാണല്ലോ, നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയും ഒക്കെയുള്ള ഒന്ന് കുറിക്കാൻ വേണ്ടി, പിന്നെ പിള്ളേർക്ക് ടിഫിനായിട്ടും കൊടുത്തു വിടാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ലൊരു മിച്ചറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ മാവേന്ന് തന്നെ ഞാനൊരു 3 സ്പൂണ് കടലമാവ് മാറ്റി വെച്ചിട്ടുണ്ട്. കടലപ്പൊടിയിൽ നിന്ന് 3 സ്പൂൺ മാറ്റി വെച്ചു. അത് നമുക്ക് ലൂസാക്കി എടുത്തൊരു ബുന്തി, ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് മാറ്റി വെച്ചേക്കട്ടെ. ഇത് ഇനി എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. ഈ മാവിലേക്ക്, കടലമാവിലേക്ക് അര കിലോ കടലമാവ്, 1/4 കിലോ അരിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ഒരു നുള്ള ഈ ബൂന്തിക്കകത്തോട്ട് ഇടുകയാണ്. ബാക്കി മാവിലോട്ടിടുന്നു. ലാസ്റ്റ് ഇച്ചിരി കായപ്പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ശകലം 1/2 സ്പൂണ് കണ്ടല്ലോ, 1/2 സ്പൂണ് കായപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി. മിച്ചറയിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ്. ഒരു സ്പൂണ് എള്ള, 1 സ്പൂൺ ജീരകം. പിന്നെ ഇത് കണ്ടോ, ഇത് അതായത് അയമോദകം എന്ന് പറയും, ചെറിയ സാധനം. ഇത് വയറിൻ്റെ അസ്വസ്ഥതയ്ക്കൊക്കെ നല്ലതാണ് ഈ അയമോദകം. അത് ഇതൊക്കെ കടിച്ച് തിന്നുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ രുചിയും കൂടെ നമ്മുടെ വായിൽ വരുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് അയമോദകം. ഇതെല്ലാം കൂടെ ഇതിലോട്ടിടുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിൻ്റെ പൊടിയിട്ട് 1/2 സ്പൂണ്. മേളിൽ കൂടെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പം ഇതിന് വേണ്ടുന്ന, ഈ പൊടിക്ക് കൂട്ടിന് വേണ്ടുന്ന ഉപ്പ് കൈകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം മസാലകളെല്ലാം, ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴയ്ക്കണം. അതായത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ രീതിയിൽ. ഇത് കലക്കി കുഴച്ച് വെച്ചു. ഇനി നമുക്ക് ബൂന്തിക്ക് ആവശ്യമായ മാവ് അതിനകത്ത് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുകയാണ്. ഇത് കലക്കുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. നമുക്കൊരു പാത്രം വെച്ച് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഈ എണ്ണ ഒഴിക്കുകയാണ്. ഞാനിത് ഇവിടെ ഗോൾഡ് വിന്നറാണ് എടുത്തിരിക്കുന്നത്. ഒരു ശകലം പോലും തരിയില്ലാതെ എടുത്തിട്ടു. ഇതാണ് ഇടിയോരല്ലേ, അതായത് നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി. അതിനകത്ത് നമുക്ക് 2 ചില്ല് കാണുമല്ലോ. ഒന്ന് ഇടിയപ്പത്തിൻ്റെ ചില്ല്, ഒന്നും വലിയ ചില്ല. അപ്പോൾ അതിൽ വലിയ ചില്ലാണ് ഇടേണ്ടത്. വലിയ ചില്ലിട്ട് നമുക്ക് കയ്യിൽ എണ്ണമയോ അല്ലെങ്കിൽ വെള്ളമോ പുരട്ടിയിട്ട് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുട്ടി നമുക്ക് ഈ ഇടിയോരലിലോട്ടിട്ട്, ഈ സേവനാഴിയിലോട്ടിട്ട്, അതിൻ്റെ അടപ്പിട്ട് മൂടി കേട്ടോ. ഒരു വശം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ മറിച്ചിട്ട് തിരിച്ച് മറിച്ചിടണം. ഒരു വശം തന്നെ കിടന്നാൽ അതങ്ങ് മൂത്ത് പോകാതെ നോക്കണം. ഇതിപ്പോൾ നല്ലപോലെ മൂത്തു. ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കണം.
ഓരോന്നും വറുത്തെടുക്കണം. അങ്ങനെ എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കുറച്ച് വറവ് സാധനങ്ങൾ വരും, കപ്പലണ്ടി, പിന്നെ പൊരിക്കടല, അതൊക്കെ. ഇനി അത് വറക്കാൻ പോവാണ്. ഇത് മിച്ചറെല്ലാം ആയി കഴിഞ്ഞിട്ട് ഇതിന് ശേഷം അതെല്ലാം കൂടെ വറുത്ത് കഴിഞ്ഞിട്ട് വേണം അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ. അതിനകത്തൊരു 100-150 ഗ്രാം കപ്പലണ്ടി അത് കഴുകി വെള്ളം തോർത്തി വെച്ചേക്കുന്ന കപ്പലണ്ടിയാണ് ഇത് വറക്കാൻ. ഇനിയൊരു 100 ഗ്രാം പൊരിക്കടല അതും വറുത്ത്. ഇനിയുള്ളത് അവലാണ്. മൊത്തം ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ടങ്ങ് വറുത്ത്. ഇനി ബുന്തി, ഇതാണ് ബുന്തി, കണ്ടോ? വേറൊരു വറവ് കൂടെ വേണം അതിനകത്ത്. അത് നമ്മുടെ മുളക്, ഉണക്കമുളക്, കരിയാപ്പില, വെളുത്തുള്ളി. മിച്ചർ കണ്ടല്ലോ. ഈ മിച്ചറെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പോകണം. ഇതിനെയും നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവ് സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പോവാണ്. കപ്പലണ്ടി, പൊരിക്കടല, അവല്, ബുന്തി എല്ലാം കൂടി ഇതിനകത്തിടുന്നു. നമ്മൾ മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. പക്ഷേ വേണ്ട, എല്ലാം നല്ലതായിട്ട് വറന്നതാണ്. മിക്സിയിലിട്ട് പൊടിക്കേണ്ട, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ടാൽ മതി. അത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേനും ഇത് ശരിയായിക്കോളും. മിക്സർ വറവ് സാധനത്തിനകത്തോട്ട് അത് ഇടുവാണ് എല്ലാം കൂടെ. ഉപ്പ്, മുഴുവൻ കായം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കായപ്പൊടി. കുറച്ച് നമ്മൾ ഈ മിക്സറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കി പോരാത്തത് നമുക്ക് ഈ ഇതെല്ലാം കൂടെ നമ്മൾ ഇനി ഇതെല്ലാം കൂടെ ഈ മിക്സറിനകത്തോട്ടിട്ട് ഈ മിക്സറ് കൂട്ടി യോജിപ്പിക്കും. കുഴപ്പമില്ല. കൂട്ടി യോജിപ്പിക്കുന്ന കൂട്ടത്തിൽ പൊടിയാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങനെ പൊടിച്ചിടണം. നല്ല രുചികരമായ വീട്ടിലുണ്ടാക്കിയ മിച്ചർ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് പറ, എന്തൊക്കെയാ ശരിയായോ അല്ലയോ എന്നൊക്കെ പറയണം. നിങ്ങളൊന്നും നോക്കിയിട്ട് ആരും കമൻ്റ് ഒന്നും പറയുന്നില്ലല്ലോ. ബൈ.